രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വർഷം ഭരണഘടനാ വർഷമായി ആചരിക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം സർക്കാർ തലത്തിൽ തന്നെ നിലവിലുണ്ട്. ഭരണഘടന സംരക്ഷിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് നമ്മളെ പറയിപ്പിക്കുന്നത് ഭരണഘടന നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രത്യാശയിലാണ്. 75 വർഷത്തെ ചരിത്രം അതാണ്. ഈ രാജ്യത്തെ വൈവിധ്യങ്ങളുടെ നമ്മുടെ രാജ്യത്തെ വൈവിധ്യങ്ങളുടെ സമ്പന്നമായ രാജ്യത്തെ കഴിഞ്ഞ 75 വർഷക്കാലം നിലനിർത്തിയത് നമ്മുടെ ഭരണഘടനയാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ഭരണഘടന നമ്മുടെ രാജ്യത്തെ നിലനിർത്തി. പക്ഷെ ഭരണഘടന കൊണ്ട് വിഭാവനം ചെയ്യുന്നത് രാജ്യമെന്നാൽ രാജ്യത്തെ ജനങ്ങളാണ്, രാജ്യത്തെ പൗരന്മാരാണ്. ഇന്ത്യ വിഭജന കാലത്ത് ബ്രിട്ടീഷുകാരനായ റാഡ്ക്ലിഫ് എന്ന് പറയപ്പെടുന്ന അതിർത്തി വരച്ചിട്ട ഇന്ത്യയെയും പാകിസ്ഥാനെയും വിഭജിക്കുന്നതിന് വേണ്ടി കോറിയിട്ട വരകൾക്കിടയിലാണ് ഇന്ത്യ എന്ന ഒരു മഹാരാജ്യം നിലനിൽക്കുന്നത്. അതിർത്തികൾക്ക് അപ്പുറം, ഭൂപ്രദേശത്തിന് അപ്പുറം രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരുടെ അവകാശങ്ങൾക്കാണ് ആ പൗരന്മാർ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് രാജ്യമെന്ന് വിളിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുമ്പോഴാണ് രാജ്യം പുരോഗതി പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന കഴിഞ്ഞ 75 വർഷം ഈ രാജ്യത്തെ നിലനിർത്തി എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയുമ്പോൾ തന്നെ ഭരണഘടന ഉറപ്പ് നൽകുന്ന രാജ്യത്തെ പൗരാവകാശങ്ങൾ കഴിഞ്ഞ 75 വർഷം ഏത് രീതിയിൽ നിലനിർത്തപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു എന്നത് വലിയ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഭരണഘടനയോട് യാതൊരുവിധ കൂറുമില്ലാത്തവർ തരം കിട്ടിയാൽ ഭരണഘടന പൊളിച്ചെഴുതി രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ തകർത്ത് ഇന്ത്യയെ ഒരു ഏക ശിലയിൽ പടുത്തുയർത്തിയ രാജ്യമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് എന്നതിൽ തർക്കമില്ല. ഭരണഘടന ഇനിയും പൂർത്തിയാകാത്ത ഒരു സാഹിത്യകൃതിയെ പോലെയാണ്. അതുകൊണ്ടാണ് ഭരണഘടനാ ഭേദഗതികൾ അതാതു സന്ദർഭങ്ങളിൽ കാലത്തിനനുസരിച്ച് സന്ദർഭോചിതമായി മാറ്റപ്പെടുന്നത്. ഇനിയും പൂർത്തിയാകാത്ത ഒരു ഗ്രന്ഥമാണ് ഭരണഘടന എന്ന് പറയുന്നത്. അത് കുറ്റമറ്റതാണ് എന്ന് യാതൊരു ആൾക്കും അഭിപ്രായമില്ല. മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ ഒരു വ്യവസ്ഥിതിയുടെ പോരായ്മകൾ എല്ലാം ഭരണഘടനയ്ക്ക് നിലവിലുണ്ട് എന്നുള്ളത് എല്ലാവരും സംശയലേശമെന്നെ പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും നൂതനവും ആധുനികവുമായ ഒരു വ്യവസ്ഥിതിയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നാണ് ബ്രിട്ടനെ വിളിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു നാട് എന്നതാണ് അമേരിക്കയുടെ സവിശേഷത. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഭരണഘടന എടുത്തുവെച്ച് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഏറ്റവും നൂതനവും ആധുനികവുമായ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷത. ലോകത്ത് 75 വർഷം ഇങ്ങനെ ഒരു രാജ്യത്തെ നിലനിർത്തിയിട്ടുള്ള ഒരു വ്യവസ്ഥിതി, ഒരു ഭരണഘടന നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഭരണഘടന 235 വർഷം നിലനിന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ഭരണഘടന ഇന്ത്യയുടേതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. മറ്റു ഭരണഘടനകളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് കേവലം ഒരു 14-16 വർഷമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഏറ്റവും സങ്കീർണമായ വലിയ പദങ്ങൾ, വലിയ ഇഴപിരിക്കാൻ കഴിയാത്ത പദങ്ങളുള്ള, സാധാരണക്കാർക്ക് ഗ്രാഹ്യമല്ലാത്ത ഒരു ഭരണഘടന എന്ന് വിമർശിച്ചവരുണ്ട്.
അങ്ങനെ വിമർശിച്ചവരിൽ പ്രധാനിയായിരുന്നു ശ്രീലങ്കൻ ഭരണഘടന ഉണ്ടാക്കിയ അതിൻ്റെ ഭരണഘടനാ ശില്പി. പക്ഷേ ആ ശ്രീലങ്കൻ ഭരണഘടന ഉണ്ടാക്കിയിട്ട് ആ ഭരണഘടന നിലനിന്നത് കേവലം 14 വർഷം മാത്രമാണ്. ഭരണഘടന 75 വർഷം ആചരിക്കുമ്പോൾ ഇപ്പോഴും അത് തുടരുമ്പോൾ അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഏറ്റവും ആധുനികവും നൂതനവുമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. എന്നാൽ എത്ര നാൾ എന്നത് വലിയ ഒരു ചോദ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നിരവധി സവിശേഷതകളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷതകൾ എത്രത്തോളമുണ്ടോ ആ സവിശേഷതകൾ മുഴുവൻ ചേർത്ത് വെച്ച ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഭരണഘടനയെ ഏതു വിധേനയും മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ അണിയറയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ഖേദകരവും ഭീതിജനകവുമായ കാര്യം എന്നത് നമ്മളിപ്പോൾ വിവേചിച്ചറിയേണ്ടതുണ്ട്. ഭരണഘടന സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആരാണ് ഭരണഘടനയെ സംരക്ഷിക്കുക? ഭരണഘടന എന്ന് പറയുന്നത് സ്വയം പ്രവർത്തിക്കുന്ന ഒന്നല്ല. എട്ടിലെ പശു പുല്ലുതിന്നില്ല എന്ന് പറയുന്നത് പോലെ ഭരണഘടന സ്വയം പ്രവർത്തിക്കില്ല. ഭരണഘടന പ്രവർത്തിപ്പിക്കേണ്ടവർ ആ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയെ ചലിപ്പിക്കുമ്പോഴാണ് അത് അർത്ഥപൂർണമാകുന്നത്. നമ്മുടെ ഭരണഘടന പിറവി കൊണ്ടിട്ട് 75 വർഷം പൂർത്തിയാകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും സവിശേഷം ഓർത്തെടുക്കേണ്ട സന്ദർഭമാണ് ഇത്. മഹാനായ ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ പരമ്പരയുണ്ട്. ഭാരതീയത എന്ന് പറയുന്ന പേരിൽ അത് ഗ്രന്ഥമായി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയെ ഒരൊറ്റ രാജ്യമാക്കാൻ, ഇന്ത്യയെ ഒരു രാജ്യമെന്നത് ഒരൊറ്റ സംസ്കാരത്തിൽ, ഒരൊറ്റ മതത്തിൽ, ഒരൊറ്റ വിശ്വാസത്തിൽ, ഒരൊറ്റ ആചാരത്തിൽ, ഒരൊറ്റ ഭക്ഷണക്രമത്തിൽ എല്ലാ അർത്ഥത്തിലും ഒന്നാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടുവരുന്നത്. ഭാരതീയതയിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് പറയുന്നു, ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശത്തെ ഒരൊറ്റ രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കാൻ ഒരു അച്ചിലിട്ട ഒരു ഏകശില വാർത്തെടുത്ത ഒരു രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് വലിയ ഒരു സംഘർഷം ഈ അടുത്ത് രൂപപ്പെടുകയുണ്ടായി ആശയതലത്തിൽ. ഇന്ത്യയുടെ പേര് ഭാരതമെന്നാണോ ഇന്ത്യയുടെ പേര് ഇന്ത്യ എന്നാണോ വിളിക്കേണ്ടത് എന്ന വലിയ തർക്കമുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം എല്ലാ മേഖലകളിലും ഭാരതം ഭാരതം എന്ന് ആവർത്തിച്ചാണ് പറയുക. എവിടെയും ഇന്ത്യ എന്ന് പറയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. രാജ്യത്ത് രൂപീകരിച്ച പ്രതിപക്ഷ സംഘടനകളുടെ മുന്നണിയായ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ എന്നു പേര് വന്നതുകൊണ്ട് മാത്രമല്ല, പ്രതിപക്ഷ മുന്നണി ഇന്ത്യ എന്നു പേര് അങ്ങനെ നാമകരണം ചെയ്യുന്നതിലും ഒരു ആശയതലത്തിലുള്ള പോരാട്ടമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്നതാണ്. ഭാരതം അഥവാ ഇന്ത്യ എന്നാണ് നമ്മുടെ രാജ്യത്തെ വിളിക്കുന്ന പേര്. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭാരതം എന്ന പേരിനെ നിഷേധിച്ചുകൊണ്ട് ഒരു ഇന്ത്യയില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഭാരതം അതിപുരാതനമായ മനുഷ്യ സംസ്കാരത്തിൻ്റെ പൈതൃകം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന ഒരു വലിയ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ആകെ തുകയാണ് ഭാരതം എന്ന് വിളിക്കപ്പെടുന്നത്. ആ സാംസ്കാരിക പൈതൃകത്തെ വിശേഷിപ്പിച്ച് ഒരു ഇന്ത്യയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷം രൂപപ്പെട്ടതാണ്. ഇന്ന് കാണുന്ന ഇന്ത്യ ആ രീതിയിൽ നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ മുൻകാല ഭാരത സംസ്കാരം എന്ന രീതിയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു രാജ്യം നിലനിന്നിരുന്നില്ല എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. അനേകം നാട്ടുരാജ്യങ്ങൾ, വിവിധങ്ങളായ രാജാക്കന്മാർ, വിവിധങ്ങളായ ഭരണകൂടങ്ങൾ, വിവിധ പ്രവിശ്യകൾ, വിവിധ സംസ്കാരങ്ങൾ, അങ്ങനെ അനേകം ഒരൊറ്റ ഭരണത്തിൻ്റെ കീഴിൽ ഭാരതമെന്ന ഒരു സങ്കല്പവും ഒരു രാജ്യവും ഇവിടെ നിലനിന്നിരുന്നില്ല. അത് സാങ്കല്പിക കഥകളിലെ, കെട്ടുകഥകളിലെ, പുരാണങ്ങളിലെ കേവലം ഒരു സാങ്കല്പികമായ ഒരു സംവിധാനം മാത്രമാണ്. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഒരു ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിക്കുന്ന ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ആ പരിശീലകന്മാർക്ക് കൃത്യമായി ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ജോൺ സ്ട്രാച്ചി എന്ന് പറയുന്ന കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഒരു പ്രൊഫസറുണ്ട്.
അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യയിൽ സർവീസിന് വേണ്ടി പറഞ്ഞുവിടുന്ന 1808 ഈ സംഭവം നടക്കുന്നത് നിങ്ങൾ ഓർക്കണം. ഇന്ത്യയിലേക്ക് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് പറഞ്ഞയക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്, നിരവധി നാട്ടുരാജ്യങ്ങൾ കോർത്തിണക്കിയ ഒരു ഭൂപ്രദേശത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യ എന്നതാണ്. നിലവിൽ ഇന്ത്യ എന്ന ഒരു നാമമില്ല. നിരവധി പ്രദേശങ്ങൾ ചേർത്ത് വെച്ച നിരവധി നാട്ടുരാജ്യങ്ങൾ ചേർത്ത് വെച്ച ഒരു ഭൂപ്രദേശത്തിന് നമ്മൾ നൽകുന്ന പേരാണ് ഇന്ത്യ എന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒന്നായി ഒരു രാജ്യമായാലും ഇന്ത്യയിലെ മുഴുവൻ നാട്ടുരാജ്യങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തി ഒരു രാജ്യമാക്കുക അസാധ്യമാണ്, പ്രയാസമാണ് എന്നാണ് ജോൺ സ്ട്രാച്ചി പറയുന്നത്. അദ്ദേഹം പറയുന്നു, സ്പെയിനും അതുപോലെ തന്നെ ഫ്രാൻസും ഒന്നായാൽ പോലും ലാഹോറും പഞ്ചാബും ഒന്നാകുക എന്ന് പറയുന്നത്, പഞ്ചാബും ബംഗാളും ഒന്നാകുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നാണ് പറയുന്നത്. നിരവധി ഭൂപ്രദേശങ്ങൾ ചേർത്ത് വെച്ച ഒരു രാജ്യത്തിന്, ഒരു പ്രദേശത്തിന് നമ്മൾ നൽകുന്ന നാമമാണ് ഇന്ത്യ. വാസ്തവം അതാണ്. ഭാരതം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഭാരതത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു ഇന്ത്യ ഇല്ല. പക്ഷേ ബ്രിട്ടീഷ് കാലത്തിന് മുമ്പ് ഇന്ന് കാണുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ജോൺ സ്ട്രാച്ചി അങ്ങനെ ഒരു രാജ്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യ പക്ഷപാതികളായ കുറേ ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾ ഉണ്ടാക്കും ഒരു രാജ്യത്ത്, ഞങ്ങൾ ഉണ്ടാക്കും ഒരു ഇന്ത്യയെ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ ഇന്ത്യ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഭാരതീയത എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി ആളുകൾ ഭരിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. ചക്രവർത്തിമാർ ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്. ചക്രവർത്തിമാർ എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾക്ക് മീതെയുള്ള, രാജാക്കന്മാർക്കും മീതെയുള്ള ഒരുപാട് ഭരണകൂടങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഭരണാധികാരിയെയാണ് ചക്രവർത്തി എന്ന് പറയുന്നത്. സാമ്രാജ്യത്വത്തിൻ്റെ ഉടമകളെയാണ് ചക്രവർത്തി എന്ന് പറയുന്നത്. ഇന്ത്യ ഭരിച്ച 6 ചക്രവർത്തിമാർ കൂടുതൽ ഭൂപ്രദേശങ്ങൾ, കൂടുതൽ രാജ്യങ്ങൾ ഒരുമിപ്പിച്ച് നിർത്തിയിട്ടുള്ള സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരെയാണ് ചക്രവർത്തിമാർ എന്ന് പറയുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഭാരതീയത എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, 6 ചക്രവർത്തിമാരാണ് ഇന്ത്യ ഭരിച്ച ചക്രവർത്തിമാരിൽ മഹാന്മാരായി നിലനിൽക്കുന്നത്. 6 ചക്രവർത്തിമാരുടെയും പേരുകൾ ഡോക്ടർ സുകുമാർ അഴീക്കോട് എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തേത് ചന്ദ്രഗുപ്ത മൗര്യൻ, രണ്ടാമത്തേത് അശോക ചക്രവർത്തി, മൂന്നാമത്തേത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ, നാലാമത്തേത് ഹർഷവർദ്ധൻ, അഞ്ചാമത്തേത് കൃഷ്ണദേവരായൻ, ആറാമത്തേത് അക്ബർ ചക്രവർത്തി. ഡോക്ടർ സുകുമാർ അഴീക്കോട് പറയുന്നു, 6 പേരാണ് ചക്രവർത്തിമാർ എന്ന രീതിയിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഭരിച്ച ആളുകൾ 6 പേരാണ്. ആ 6 പേരിൽ ഒന്നാമത്തെ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതക്കാരനാണ്. രണ്ടാമത്തെ ചക്രവർത്തി അശോക ചക്രവർത്തി ബുദ്ധമതക്കാരനാണ്. മൂന്നാമത്തെ ചക്രവർത്തി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഹൈന്ദവ മതക്കാരനാണ്. നാലാമത്തെ ചക്രവർത്തി ഹർഷവർദ്ധനൻ ബുദ്ധമതക്കാരനാണ്. അഞ്ചാമത്തെ ചക്രവർത്തി കൃഷ്ണദേവരായൻ ഹിന്ദു മതക്കാരനാണ്. ആറാമത്തെ ചക്രവർത്തി അക്ബർ മുസ്ലിം മതക്കാരനാണ് എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് 6 പേരാണ് ഇന്ത്യയുടെ കൂടുതൽ ഭൂവിധാനങ്ങൾ ഭരിച്ചിട്ടുള്ള ചക്രവർത്തിമാർ. ആ 6 പേരിൽ 2 പേരാണ് ഹൈന്ദവ മത വിശ്വാസികൾ, 2 പേർ ബുദ്ധമതക്കാരാണ്, ഒരാൾ ജൈന മതക്കാരനാണ്, ഒരാൾ മുസ്ലിം മതക്കാരനാണ് എന്നാണ് പറയുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോടാണ് ഇവരെ തിരഞ്ഞെടുത്തത്. അദ്ദേഹമാണ് ഇത് വിവരിക്കുന്നത്. 6 പേരും വിവിധ മതക്കാരാണ്. 6 ചക്രവർത്തിമാർ ഒരു മതക്കാരായിരുന്നില്ല, വിവിധ മതക്കാരാണ്. 2 പേർ ഹിന്ദു മതക്കാർ, 2 പേർ ബുദ്ധമതക്കാർ, ഒരാൾ ജൈന മതക്കാരൻ, ഒരാൾ മുസ്ലിം മതക്കാരൻ. എന്നാൽ ഈ 6 പേരും കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭരിച്ചിട്ടുള്ളവരുമല്ല. മറാഠയ്ക്ക് ഇപ്പുറത്ത് മുഗൾ സാമ്രാജ്യമോ അതല്ലെങ്കിൽ കൃഷ്ണദേവരായൻ്റെയോ ചന്ദ്രഗുപ്ത മൗര്യൻ്റെയോ ഭരണം നടന്നിട്ടില്ല. കേരളം ഭരിച്ചവരല്ല, തമിഴ്നാട് ഭരിച്ചവരല്ല, കർണാടക ഭരിച്ചവരല്ല, ആന്ധ്ര ഭരിച്ചവരല്ല, മറാഠ വരെ ഭരിച്ചവരല്ല. അങ്ങനെയുള്ള ഒരു സങ്കല്പത്തെ, ഭാരതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന രാജ്യമുണ്ടാക്കിയത് നമ്മുടെ ദേശീയ പ്രസ്ഥാനമാണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നമ്മുടെ ഏറ്റവും വലിയ പോരാട്ട ഭൂമിയിലാണ് ഇന്നു കാണുന്ന ഇന്ത്യ ഉണ്ടായത്.
ആ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഈ വൈവിധ്യത്തെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യ ഭരിച്ച മഹാന്മാരായ ചക്രവർത്തിമാർ ഭാരതത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുമ്പോഴും അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ വരാത്ത ഭൂപ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെയാണ് കേരളത്തിൽ തന്നെ എത്രയെത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായത്. തിരുവിതാംകൂർ, അതുപോലെ തന്നെ കൊച്ചി രാജവംശം, നമുക്കങ്ങനെ മലബാർ, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്താൽ നമുക്ക് ഒരുപാട് അറിയാം. അറക്കൽ രാജവംശം, അതുപോലെ തന്നെ ശിവപ്പ നായിക്കിൻ്റെ രാജവംശം, അങ്ങനെ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, അങ്ങനെ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായത്. ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഒരു ചരടിൽ കോർത്ത് നിർത്തുന്ന അവരുടേതായ സംസ്കാരവും അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ഭാഷകളും അവരുടേതായ വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതക്രമവും സംരക്ഷിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് ആവശ്യമായിരുന്നു. ആ ഭരണഘടനയാണ് ഇന്ന് കാണുന്ന ഈ ഇന്ത്യ ഉണ്ടാക്കിയതെന്നാണ് ഏറ്റവും വലിയ കൗതുകരം. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന പേരാണ് ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിൽ നിലനിർത്തുക എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നതും അതിനുവേണ്ടി നിലകൊള്ളുന്നതും. ഈ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ തകർത്തുകൊണ്ട് പുരാണങ്ങളിൽ പറയുന്ന ഭാരത സങ്കല്പത്തിലേക്ക് മാറ്റി, ഈ വൈവിധ്യങ്ങളെ മാറ്റി, വിവിധ മതങ്ങളുടെ വിശ്വാസാചാരങ്ങളെ ഇല്ലാതാക്കി, എല്ലാം ഒരു മതത്തിൽ അധിഷ്ഠിതമായി ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഭരണഘടന തകർക്കുന്നവർ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഭരണഘടനയാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് അതിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ആമുഖത്തിൽ പറയുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നമ്മൾ ഇന്ത്യക്കാർ, നമ്മുടേതാണ് ഭരണഘടന, നമ്മുടേതാണ് ഭരണഘടന. നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയെ പടുത്തുയർത്തുന്നത് ഒരു തികഞ്ഞ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിട്ടായിരിക്കുമെന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഭരണഘടന ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ അതിനെതിരെയുള്ള ആസൂത്രിത നീക്കങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഈയിടെയാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത്. ആ വിധിയുടെ അടിസ്ഥാനം ഭരണഘടനയുടെ പ്രീ ആംബിൾ ആമുഖത്തിൽ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണം എന്നതായിരുന്നു. 1976 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം 76 നിലവിലുണ്ടായിരുന്ന പാർലമെന്റിൽ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തുകൊണ്ട് മതേതരത്വവും ജനാധിപത്യവും എഴുതി ചേർത്തത് എന്നതൊരു വസ്തുതയാണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് പ്രീ ആംബിൾ എന്ന് പറയുന്നത് ആമുഖം മാറ്റങ്ങൾക്ക് വിധേയമല്ല എന്നതാണ് ഭരണഘടനാ തത്വം. എന്നാൽ ഈ പ്രീ ആംബിൾ മാറ്റി മതേതരത്വവും ജനാധിപത്യവും എടുത്തു കളയുക വഴി ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കുക എന്നതാണ് സംഘ് പരിവാർ ആഗ്രഹിക്കുന്നത്. അവരുടെ ആസൂത്രിതമായ ശ്രമമായിരുന്നു 44 വർഷത്തിന് ശേഷം സുപ്രീം കോടതിയിൽ ആ ഭരണഘടന ഭേദഗതിയെ ചോദ്യം ചെയ്ത് കേസിന് പോയി എന്നത്. അതിൻ്റെ വിധിയാണ് ഏറ്റവും ഒടുവിൽ വന്നത്. ഏറ്റവും ആശ്വാസകരമായ വിധിയാണ് വന്നത്. ആ കോടതിയിൽ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയും BJP നേതാവായ അശോക് കുമാർ ഉപാധ്യയുമാണ് ഹർജിയായി പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംഘ് പരിവാർ ഒരു കാര്യവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് ഇരുതല മൂർച്ചയുള്ള വാളായിരിക്കും എന്നതാണ്. ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എവിടെയും പരസ്യമായി പറയില്ല. എന്നാൽ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കില്ല എന്നും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എവിടെയും പരസ്യമായി പറയില്ല. അടിക്കടി കേസുകളാണ് കോടതിയിൽ. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ നിലനിന്നിടത്തൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടായി എന്ന് വരുത്തി തീർക്കുന്ന കേസുകളാണ്. കേസുകൾ ഇങ്ങനെ വ്യാപകമായി വന്നപ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെട്ടു. ഇനിയൊരു കേസും നടക്കരുത്, ഇനിയൊരു കേസും കീഴ്ക്കോടതികൾ എടുക്കേണ്ടതില്ല. ഇനി സുപ്രീം കോടതി 1947 അടിസ്ഥാനമാക്കിയിട്ടുള്ള ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ സാധുത ഹർജി സുപ്രീം കോടതി പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിവാദം തൽക്കാലത്തേക്ക് അടങ്ങിയപ്പോഴാണ് RSSന്റെ നേതാവ് മോഹൻ ഭഗവത് രാമക്ഷേത്രം വിശ്വാസത്തിൻ്റെ പ്രശ്നമായിരുന്നു, മറ്റു പള്ളികളുടെ മേൽ അവകാശവാദം ഉന്നയിക്കരുത് എന്ന ഒരു ഭംഗിവാക്ക് പറഞ്ഞത്. എല്ലാവരും അതിനെ മുക്തകണ്ഠം പ്രശംസിച്ചു. അതൊരു ഭംഗിവാക്ക് മാത്രമാണ്. സംഘ് പരിവാർ എന്ന് പറയുന്നത് വിവിധങ്ങളായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സംഘ് പരിവാറിൻ്റെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അവർ തന്നെയാണ് വിവിധ പള്ളികളുടെ മേലുള്ള അവകാശം ഉന്നയിച്ച് കോടതികളിൽ കേസിന് പോകുന്നത്. എല്ലാം ഒരു ഘടകമാണ്. അവർ തന്നെയാണ് ക്രിസ്തുമസ് ദിനത്തിൻ്റെ ആഘോഷങ്ങൾ സ്കൂളുകളിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പാലക്കാട് വലിയ പ്രശ്നമുണ്ടാക്കിയത്.
ഇതൊക്കെ പരസ്പരമാണ്, ഇരുതല മൂർച്ചയുള്ള വാളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അടിസ്ഥാന പ്രമാണവുമായി തന്നെയാണ്, അടിസ്ഥാന താല്പര്യവുമായി തന്നെയാണ് BJP-യുടെ നേതാക്കൾ സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള, അത് ഭേദഗതി ചെയ്തതിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്തുള്ള ഹർജിയുമായി പോയത്. രണ്ടുണ്ട് കാര്യം. ആ ഭരണഘടനാ ഭേദഗതി തെറ്റാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എന്നേക്കുമായി എടുത്തു മാറ്റപ്പെടുമായിരുന്നു. ആ ഭരണഘടനാ ഭേദഗതി ശരിയാണ്, അതുകൊണ്ട് ഇനിയും ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി വിധിച്ചാലും RSSന്, സംഘപരിവാറിന് ഭരണഘടനയുടെ ആമുഖം മാറ്റങ്ങൾക്ക് വിധേയമല്ല എന്ന തത്വത്തിന് എതിരെ സുപ്രീം കോടതിയുടെ ചുവട് പിടിച്ച് ഭരണഘടനയുടെ ആമുഖം മാറ്റാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. അതാണ് ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് പറയുന്നത്. സോഷ്യലിസവും മതേതരത്വവും ഭേദഗതി ചെയ്തത് 76-ലാണ്, 44 വർഷങ്ങൾക്ക് മുമ്പാണ്. അതാണിപ്പോൾ ചോദ്യം ചെയ്തത്. കോടതി പറഞ്ഞു കൃത്യമായി, അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആ ഭേദഗതി തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മതേതരത്വവും സോഷ്യലിസവും എടുത്തു മാറ്റപ്പെടുമായിരുന്നു. ആ ഭേദഗതി ശരിയാണ് എങ്കിൽ ഇനിയും ഭേദഗതി ചെയ്ത് അത് എടുത്തു മാറ്റാൻ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് അവസരം വരുമായിരുന്നു. പക്ഷെ അതിന് തടയിട്ടുകൊണ്ടാണ് സുപ്രീം കോടതി ആശ്വാസകരമായ വിധി പറഞ്ഞത്. ഭരണഘടനയുടെ അടിസ്ഥാനമാണ് മതേതരത്വം, സോഷ്യലിസം എന്ന് പറയുന്നത്. ആമുഖത്തിൽ അത് ഉണ്ടായാലും ഇല്ലെങ്കിലും രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിലും അടിസ്ഥാന ആശയങ്ങളിലും മതേതരത്വവും സോഷ്യലിസവും ഉണ്ട്. അടിസ്ഥാന ആശയങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന ഒന്നും പ്രീആമ്പിളിൽ നിന്ന് മാറ്റാൻ പാടില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. അതുകൊണ്ട് തന്നെ മതേതരത്വവും സോഷ്യലിസവും മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു നിയമനിർമ്മാണത്തിന് തൽക്കാലം വിരാമമിട്ടിരിക്കുന്നു. 44 വർഷം മുമ്പുള്ള കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്തു എന്നതാണ് സുപ്രീം കോടതി ചോദിച്ചത്. എന്നാൽ അതേ കാര്യം തന്നെയാണ് വീണ്ടും സുപ്രീം കോടതി ആരാധനാലയ സംരക്ഷണ നിയമം 1947 പാസാക്കിയത് 30 വർഷങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതെന്തുകൊണ്ട് ചോദ്യം ചെയ്തു, ഇപ്പോൾ ചോദിക്കുന്നു എന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഭരണഘടന എട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് പോലെ ഭരണഘടന സ്വയം പ്രവർത്തിക്കില്ല. ഭരണഘടന എന്ന് പറയുന്നത് ഇപ്പോൾ കേവലം ഭരണകൂടത്തിന് ഭരിക്കാനുള്ള, ജനങ്ങളുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മർദ്ദനമുറ മാത്രമായിരിക്കുന്നു. ഭരണഘടന എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന് മാത്രമുള്ളതല്ല. ഭരണഘടന എന്ന് പറയുന്നത് ഡെമോക്രറ്റോ എന്നാണ് പറയുക. ഡെമോ എന്നാൽ ജനങ്ങളാണ്, ക്രെറ്റോ എന്ന് പറയുന്നാൽ അധികാരമാണ്. ജനങ്ങളുടെ അധികാരമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനങ്ങളുടെ അധികാരത്തിൽ ഭരണഘടന പ്രവർത്തിക്കുന്നതും പ്രവർത്തിപ്പിക്കേണ്ടതും ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളാണ്. അതാണ് ഭരണഘടനയുടെ സവിശേഷത. എന്നാൽ ലോകത്ത് ഇപ്പോൾ വിവിധങ്ങളായ ജനാധിപത്യ വ്യവസ്ഥതയെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസികൾ പറയുന്നത്, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു ഏജൻസി പഠനം നടത്തി പറഞ്ഞത്, ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണമാണ് ജനാധിപത്യം എന്നെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഏകാധിപത്യം എന്നാണ്. അങ്ങനെയാണ് പറയുന്നത്. ഒരു US ഏജൻസി പറയുന്നത് നമ്മുടെ രാജ്യം ഭാഗികമായി മാത്രം സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നതാണ്. എക്കണോമിക് ടൈംസ് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് പിഴച്ച ജനാധിപത്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതാണ്. ഭരണഘടന ഭരിക്കുന്ന എക്സിക്യൂട്ടീവിന് മാത്രമുള്ളതല്ല. ഭരണഘടന പൗരന് വേണ്ടിയുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെയോ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മാത്രമാണ് ഭരണഘടന അനുഭവിക്കുന്നത് എന്നതാണ് രാജ്യത്തെ സ്ഥിതി. ജനങ്ങൾ അനുഭവിക്കുന്നില്ല. ഭരണകൂടം ഭരിക്കുന്നവർ അവർക്കുടെ സൗകര്യത്തിന് വേണ്ടി ഭരണഘടനയെ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ അതിൻ്റെ വ്യാഖ്യാതാക്കളായ കോടതികൾ, ജുഡീഷ്യറികൾ അവർക്ക് തരാതരം ഭരണഘടനാ തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യുന്നു. അതല്ലേ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വിധിയിൽ നമ്മൾ കണ്ടത്. അവിടെ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു എന്നതിന് തെളിവുണ്ട് എന്നതാണ്. അതാണ് കോടതി പറഞ്ഞത്. അവിടെ ക്ഷേത്രമുണ്ടായി എന്നതിന് തെളിവുണ്ട് എന്നതല്ല, അവിടെ ക്ഷേത്രമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചതിന് തെളിവുണ്ട് എന്നതാണ്. നമ്മളെല്ലാവരും ഒരു ക്ഷേത്രം നിൽക്കുന്നിടത്ത് ഒരു പള്ളിയുണ്ട് എന്ന് വിശ്വസിക്കുക, അടുത്ത തലമുറയും വിശ്വസിക്കുക,
അടുത്ത തലമുറയും വിശ്വസിക്കുക. അവിടെ പള്ളിയാകുമോ? അത് ക്ഷേത്രം തന്നെയല്ലേ? ഒരു കോടതി അങ്ങനെയാണോ വിധി പുറപ്പെടുവിക്കേണ്ടത്? അപ്പോൾ ഭരണഘടനയുടെ വ്യാഖ്യാതാക്കളായ കോടതികൾ ആ അർത്ഥത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഭരണഘടന മരണപ്പെടുന്നു, ഭരണഘടനയുടെ മരണമണി മുഴങ്ങുന്നു. അതുതന്നെയാണ് ആരാധനാലയ സംരക്ഷണ നിയമത്തിന് ഈ സുപ്രീം കോടതിയുടെ പിരിഞ്ഞുപോയ ചീഫ് ജസ്റ്റിസ് ഗഗോയ് തന്നെയാണ്, ചന്ദ്രചൂഡ് തന്നെയാണ് ആ ബാബരി മസ്ജിദിന്റെ കേസിലെ വിധിയിൽ അംഗമായിരുന്ന അദ്ദേഹം തന്നെയാണ് ഏറ്റവും ഒടുവിൽ 1-2 സുപ്രധാനമായ വിധികൾ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ബുൾഡോസർ രാജ്, അതുപോലെ തന്നെയുള്ള ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ വിധികളൊക്കെ പുറപ്പെടുവിച്ചെങ്കിലും അദ്ദേഹം തന്നെയാണ് 1947 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ആരാധന സംരക്ഷണ നിയമം നിലനിൽക്കുമ്പോൾ ഒരു പള്ളിയുടെയും ഒരു ക്ഷേത്രത്തിൻ്റെയും പേരിൽ ചോദ്യം ചെയ്യാനാവാത്ത ഭരണഘടനാ ഭേദഗതി നിയമം നിലനിൽക്കുമ്പോൾ ഗ്യാൻവാബി പള്ളിയിലെ തർക്കം വന്നപ്പോൾ അവിടെ സർവേ നടത്തുന്നതിന് ഉത്തരവിട്ടത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. പിന്നെ കീഴ്ക്കോടതികൾക്ക് ഏതു പള്ളികൾക്കും ആ രീതിയിൽ അവകാശവാദത്തിന് വേണ്ടി കോടതികളെ സമീപിക്കുമ്പോൾ അവിടെ സർവേ നടത്താൻ സ്വാഭാവികമായും ഉത്തരവിടും. നമ്മൾ കണ്ടതാണ്. ആ സർവേയുടെ ഉത്തരവിട്ടതിൻ്റെ അനന്തരഫലമാണ് സംഭാലിൽ 4 പേർ കൊല്ലപ്പെട്ടത്. നമ്മൾ കണ്ടതാണ്. മുസ്ലിം ചെറുപ്പക്കാർ. ഭരണഘടന ആ അർത്ഥത്തിൽ തെറ്റായ രീതിയിൽ ആണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുന്നു, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ജനങ്ങളുടെ അധികാരമാണ് എന്നിടത്ത് വരുമ്പോഴാണ് ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നത്. ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് ഞാൻ പറഞ്ഞു. 1 ടൈം 1 എലക്ഷൻ എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഭരണഘടനാ ഭേദഗതിയായി കൊണ്ടുവരാൻ വരുന്നത്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ വലിയ ആവേശമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക്. അതിന് പറയുന്ന കാരണങ്ങൾ: രാജ്യത്ത് കേന്ദ്രത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ്, പ്രാദേശികമായ മറ്റു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പെരുമാറ്റ ചട്ടങ്ങൾ വരും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണഘടനാപരമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭരണ നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല. ഇത് രാജ്യത്തെ പുറകോട്ട് നയിക്കും. നല്ല കാര്യം. കേൾക്കുമ്പോൾ ജനങ്ങൾക്കും അത് അഭികാമ്യമെന്ന് തോന്നും. ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ അല്ലെങ്കിൽ RSSന്റെ എല്ലാ മുദ്രാവാക്യങ്ങൾക്കും ഇരട്ട അജണ്ടകളാണ്, ഇരുതല മൂർച്ചയുള്ള വാളുകളാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ, തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മതാധിഷ്ഠിത രാജ്യമായി ഈ രാജ്യത്തെ മാറ്റണമെങ്കിൽ, പാർലമെന്ററി സംവിധാനത്തെ മാറ്റിമറിച്ച് പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ആശ്ചര്യപ്പെടരുത്. പ്രസിഡൻഷ്യൽ രീതി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി LK അദ്വാനി ഇരിക്കുമ്പോൾ അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ്. പാർലമെന്ററി സിസ്റ്റമല്ല, പ്രസിഡൻഷ്യൽ ഭരണമാണ് ഇന്ത്യക്ക് വേണ്ടതെന്നത്. പക്ഷെ നമ്മുടെ ഈ വൈവിധ്യത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ പാർലമെന്ററി സിസ്റ്റമാണ്. പാർലമെന്ററി സിസ്റ്റത്തിലാണ് ലോകസഭയുള്ളത്, പാർലമെന്ററി സിസ്റ്റത്തിലാണ് രാജ്യസഭയുള്ളത്, പാർലമെന്ററി സംവിധാനത്തിലാണ് നിയമസഭകൾ ഉള്ളത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാർലമെന്ററി സംവിധാനത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന ഉണ്ടാക്കിയെടുത്തത്. നമ്മളിത് മനസ്സിലാക്കണം. രാജ്യം സ്വതന്ത്രമായി റിപ്പബ്ലിക്കായി ആദ്യത്തെ 20 വർഷം നിയമസഭയിലേക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിലേക്കും ഒരു തവണ മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ്. ഒരൊറ്റ തിരഞ്ഞെടുപ്പായിരുന്നു. വാസ്തവമാണ്. പക്ഷെ അത് ഭരണഘടന പ്രഖ്യാപിച്ച കാര്യമല്ല. അന്ന് ഇന്ത്യ ഭരിച്ചത്, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയതിൽ കാർമ്മികത്വം വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവർ ആ ഭരണഘടന മാറ്റി എഴുതില്ല. അവരുണ്ടാക്കിയ ഭരണഘടനയെ സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. അത് ഉദാഹരണമായിട്ടാണ് ഒരു തവണ ഒരു രാജ്യം ഒരു ഇലക്ഷൻ ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം കൊണ്ടുവരുന്നത് മുമ്പ് നടന്നിട്ടുണ്ടല്ലോ എന്നതാണ്. പറയുന്നത് സംഘപരിവാരാണ്, പറയുന്നത് RSS ആണ്. ഈ രാജ്യത്തിൽ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ലക്ഷ്യമാണ്. പാർലമെന്ററി സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ലോകസഭയിൽ കഴിഞ്ഞ തവണ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. എന്നാൽ ഇത്തവണ ലോകസഭയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷത. എന്നാൽ ലോകസഭയിൽ അവർ ഉൾക്കൊള്ളുന്ന NDA മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ രാജ്യസഭയിലും BJPക്ക് ഭൂരിപക്ഷമില്ല. BJP ലക്ഷ്യമാക്കുന്നത്, RSS ലക്ഷ്യമാക്കുന്നത് രാജ്യസഭയിലും ലോകസഭയിലും ഒരേപോലെ ഭൂരിപക്ഷം, 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ലോകസഭയിലേക്ക് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് നേരിട്ട് അയച്ചു. രാജ്യസഭയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കില്ല. നിയമസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളുടെ പ്രാതിനിധ്യമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് രാജ്യസഭയിൽ വരുന്നത്. ലോകസഭയിലും രാജ്യസഭയിലും ഒരേപോലെ ഭൂരിപക്ഷം ഉണ്ടാകുക BJPയുടെ എല്ലാ കാലത്തെയും ലക്ഷ്യമാണ്.
നിലവിൽ രാജ്യസഭയിൽ അടുത്തെങ്ങും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സംസ്ഥാനത്ത് നിന്ന് പ്രതിനിധികളായി കയറി വരാനുള്ള സാധ്യത അവരുടെ മുമ്പിലില്ല. അതിങ്ങനെ മാറി മാറി വരും. അതൊരു സർക്കുലേഷനാണ്, അതൊരു റൊട്ടേഷനാണ്. അത് ഈ രാജ്യത്തിൻ്റെ പാർലമെന്ററി സംവിധാനത്തെ നിലനിർത്തുന്ന വലിയ ഒരു വ്യവസ്ഥതയാണ്. എന്നാൽ ഒരൊറ്റ തവണ തെരഞ്ഞെടുപ്പ് എന്ന് നടക്കുമ്പോൾ കേന്ദ്രത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായ തിരയിളക്കത്തിൽ പ്രാദേശികമായി സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നാൽ അതേ വോട്ടിംഗ് പാറ്റേണിൽ വിജയിച്ചു വരാം സംസ്ഥാനങ്ങളിൽ എന്നും BJP കരുതുന്നു. അങ്ങനെ സംസ്ഥാനങ്ങളിൽ വിജയിച്ചാൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ പ്രതിനിധികളെ കൊണ്ട് രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്ന് BJP കരുതുന്നു. അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിലും ലോകസഭയിലും ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ശിലവാകാൻ കഴിയും, അടിത്തറയിടാൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. ആ അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടയിലുള്ളത്. മാത്രമല്ല, ഗുരുജി ഗോൾവാൾക്കർ എന്ന RSSന്റെ സൈദ്ധാന്തികൻ എഴുതിയിട്ടുള്ള ദ ബെഞ്ച് ഓഫ് തോട്ട് എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ രാജ്യത്തിൻ്റെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക്, സ്റ്റേറ്റുകൾക്ക് അധികാരം കൊടുത്തുകൂടാ. നിയമനിർമ്മാണത്തിനുള്ള അധികാരം നിയമസഭകൾക്ക് കൊടുത്തുകൂടാ. ഒരു രാജ്യം ഒരു നിയമനിർമ്മാണം, ഒരൊറ്റ രാജ്യം ഒരു നിയമനിർമ്മാണ സഭ, പ്രാദേശികമായ ഭരണകൂടങ്ങൾ വേണ്ട എന്നത് ഗുരുജി ഗോൾവാൾക്കർ ദ ബെഞ്ച് ഓഫ് തോട്ട് എന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. ഗോൾവാൾക്കറുടെ ലക്ഷ്യമാണ് നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളുമായാണ് അവർ രംഗപ്രവേശം ചെയ്തത്. ആരെതിർത്താലും ആ നിയമം പാസ്സാക്കുമെന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും നിലവിലുള്ള ലോകസഭാ സംവിധാനത്തിൽ അതിനുള്ള സാധ്യതകളില്ലെങ്കിലും തങ്ങൾ ആ അജണ്ടയുമായി പോകുക തന്നെ ചെയ്യും എന്ന് പറയുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നത് ഗോൾവാൾക്കർ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ രണ്ട് കൈയും നീട്ടി ധൈര്യം സംഭരിച്ച് ഈ നിയമം നടപ്പിലാക്കാൻ മുന്നോട്ട് വരണം. ആ ധൈര്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഭരണഘടനയാണ് ഈ രാജ്യത്തെ നിലനിർത്തുന്നത്, അതിൽ തർക്കമില്ല. പക്ഷെ ഭരണഘടന നിലനിർത്തുമ്പോൾ ഈ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. രാജ്യം ഭരിക്കുന്നവർ ഭരണഘടന പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ലഭിക്കുന്നത് കൊണ്ടാണ്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ലഭിക്കുന്നതിന് സംഘ് പരിവാർ ഇന്ധനമാക്കുന്നത് മുസ്ലിം വിരുദ്ധതയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RSSും സംഘ് പരിവാറും ഏറ്റവും കൂടുതൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ്. താൽക്കാലികമായി മറ്റു മതങ്ങളോട് സൗഹൃദം പുലർത്താൻ, സൗഹൃദ ഹസ്തം നീട്ടാൻ അവരെപ്പോഴും ഒരുക്കമാണ്. ക്രിസ്മസ് ആഘോഷവേളയിലൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ മുസ്ലിങ്ങളോട് ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സൗഹൃദ മനോഭാവം അവർ കാണിച്ചിട്ടേയില്ല, കാണിക്കുന്നുമില്ല. പൗരത്വ നിയമം കൊണ്ടുവന്നത് നിങ്ങളെ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ആട്ടിപ്പായിക്കാനാണ് എന്ന് നിങ്ങൾ കരുതരുത്. പൗരത്വ നിയമം കൊണ്ടുവന്നത് RSSന്റെ അജണ്ടയായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച വിദേശികളാണ് എന്നാണ് RSS പറയുന്നത്. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച വിദേശികളാണ്, അവർക്കിവിടെ ജീവിക്കാം, പക്ഷെ അവർക്കിവിടെ പൗരാവകാശമില്ല. പൗരാവകാശം എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടവകാശമാണ്. പൗരത്വ നിയമം എന്ന് പറയുന്നത് നിങ്ങളെ ഡീവോട്ടറാക്കാനുള്ള, ഡൗട്ട്ഫുൾ വോട്ടറാക്കാനുള്ള നിയമമായിരുന്നു എന്ന് അന്നേ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുക, നിങ്ങളുടെ പൗരാവകാശം നിഷേധിക്കുക. ഈ മുസ്ലിങ്ങൾ എന്തോ പാതകം ചെയ്തവരാണ്, അക്രമകാരികളാണ്, വെറുപ്പുൽപ്പാദിപ്പിക്കുക. നമ്മൾ ഭരണഘടന പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി വിധി എനിക്ക് ഓർമ്മ വരികയാണ്. കർണാടക ഹൈക്കോടതി വിധി. ഒരു പള്ളിയിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയാണ് പറയുന്നത്, പള്ളിയിൽ ശ്രീറാം എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് മതവിരുദ്ധമല്ല, മതസ്പർദ്ധയുണ്ടാക്കുന്നില്ല, അതിലെന്ത് തെറ്റാണ് എന്നാണ് ചോദിക്കുന്നത്. ഭരണഘടനയിൽ കൃത്യമായി ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ക്രിമിനൽ നിയമത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ മറ്റൊരു ആരാധനാലയത്തിൽ പോയി ജയ് ശ്രീറാം വിളിക്കുന്നത് പാതകമല്ല എന്ന് രാജ്യത്തിൻ്റെ ജുഡീഷ്യറി പറയുമ്പോൾ നമ്മുടെ ഭരണഘടനാ വ്യാഖ്യാതാക്കൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പറഞ്ഞു വന്നത് മുസ്ലിം വിരുദ്ധതയും വെറുപ്പുമാണ് RSSന്റെ ഇന്ധനം എന്ന് പറയുന്നത്. RSS രാഷ്ട്രീയമായാണ് പിൻബലം ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയ പിൻബലത്തിന് അവരുടെ പൊളിറ്റിക്കൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. 124 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. 140 കോടിയോളം വരും. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് ഇന്ത്യയിൽ. അത് 24 കോടിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഈ 24 കോടി ജനങ്ങളെ വെറുപ്പും ശത്രുതയും നിലനിർത്തിയാണ് RSS അവരുടെ രാഷ്ട്രീയ ഇന്ധനം ഉണ്ടാക്കുന്നത്.
നമ്മളത് തിരിച്ചറിയണം. എന്നാൽ ഈ 24 കോടി മുസ്ലിങ്ങളെ എന്തു ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ 24 കോടി മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി അസംഘടിതരാണ്, ഛിന്ന ഭിന്നമായി നിലനിൽക്കുകയാണ്. മുസ്ലിങ്ങളെ ഒരു പൊളിറ്റിക്കൽ ബ്ലോക്കായാണ് RSS കാണുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ ഒരു പൊളിറ്റിക്കൽ ബ്ലോക്കേ അല്ല. ഇന്ത്യയിൽ 24 കോടി എന്നത് ചെറിയ സംഖ്യയല്ല. ജനാധിപത്യത്തിൽ അത് വലിയ സംഖ്യയാണ്. 140 കോടിയാണ് ജനസംഖ്യയെങ്കിൽ 80 കോടിയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള ജനങ്ങൾ. 80 കോടിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, വോട്ട് ചെയ്യുന്നത് 60 കോടിയാണ്. 60 കോടിയിൽ പിന്നെയും താഴ്ത്തി വന്നാൽ BJPക്ക് ഇന്ത്യ ഭരിക്കാൻ ആകെ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് കേവലം 20 കോടിയായിരിക്കും. ആ 20 കോടി വെച്ചാണ് 140 കോടി ജനങ്ങളെ അവർ ഭരിക്കുന്നത്. ജനാധിപത്യത്തിൽ വോട്ടവകാശം, പൗരാവകാശം, രാഷ്ട്രീയമായ സംഘാടനം ഇത് സുപ്രധാനമാണ്. 24 കോടി എന്ന് പറയുന്നത് ചെറിയ ഒരു അംഗസംഖ്യയെ അല്ല. 24 കോടിയെ ശത്രുപക്ഷത്ത് നിർത്തി രാഷ്ട്രീയ ഇന്ധനത്തിന് പൊളിറ്റിക്കൽ ബ്ലോക്കായി മാറ്റി നിർത്തുമ്പോൾ 24 കോടി ജനങ്ങൾ രാഷ്ട്രീയമായി ഏകീകരിച്ചെങ്കിൽ, ഐക്യപ്പെട്ടെങ്കിൽ അത് അവരുടെ മാത്രം അവകാശങ്ങൾക്കല്ല, രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാനമായ ചുവടുവെപ്പാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മയാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭരണഘടന പ്രവർത്തിക്കണമെങ്കിൽ, ഭരണഘടന ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ ഭരണഘടനയെ ഏറ്റെടുത്ത് നടത്തുന്നവരാകണം. ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് ഭരണഘടന കയ്യിൽ പിടിച്ച് വായിച്ചു പഠിച്ച് ഭരണഘടന നടപ്പിലാക്കലല്ല. ജനങ്ങൾ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം അത് അവരുടേതാണെന്ന് ഉറപ്പുവരുത്തണം. അത് അവരുടേതാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ആ അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയമായ അവബോധമാണ് ഭരണഘടനാ സംരക്ഷണത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.